പാർട്ടി വിട്ടതിന് പിന്നാലെ ബി.ജെ.പിക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി നടൻ ദേവൻ. ബി.ജെ.പിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം, അത് പിന്നീട് പറയും. ഏത് ഇ.ഡി വന്നാലും ഭയമില്ലെന്നും ദേവൻ പറഞ്ഞു. മണലൂരിലെ ബി.ജെ.പി കിറ്റ് വിവാദത്തിൽ ടി.എൻ. പ്രതാപൻ കുടുക്കിയതാണെന്നും ദേവൻ പറഞ്ഞു. ഇത് എന്നെ എൻ്റെ രാജ്യ പ്രഖ്യാപിക്കുന്നതിന് 5 മിനിറ്റിനകത്ത് ഈ ലോകം മുഴുവൻ അറിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു വികാരമുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ അല്ല ബി.ജെ.പി സാമ്പത്തികത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ഞാൻ മിണ്ടാണ്ടിരിക്കുകയാണ്. അല്ല ബി.ജെ.പിയുടെ ഈ സാമ്പത്തികത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ അലിഗേഷൻ ഞാൻ പറയും. ഞാൻ ഇപ്പം പറയില്ല. ഇത് ടി.എൻ. പ്രതാപ് കുടിക്കുന്നതാണ്. ടി.എൻ. പ്രതാപിൻ്റെ ഒരു രഹസ്യ അജണ്ടയാണ് അദ്ദേഹം. വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്നും ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട്. ഷമീർ, കിറ്റ് വിവാദത്തിൽ ടി.എൻ. പ്രതാപൻ കുടുക്കിയതാണെന്ന് ആരോപിക്കുന്നു. അതേസമയം ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ദേവന് പറയാനുണ്ട്, പക്ഷെ അത് പിന്നീട് പറയുമെന്നാണ് വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും ഗൗതം, ദേവൻ ടി.വി.കെയിലേക്ക് പോകുന്നു എന്ന വ്യാപകമായ പ്രചരണത്തിനിടയിലാണ് ഇത്തരത്തിലൊരു മാധ്യമങ്ങളെ അദ്ദേഹം കാണുകയും ഈ പ്രതികരണം നടത്തുകയും ചെയ്തത്. നിലവിൽ ടി.വി.കെയിലേക്ക് പോകുന്ന കാര്യത്തിൽ തീരുമാനം സംസ്ഥാന അധ്യക്ഷനാകുന്ന കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല എന്നാണ് ദേവൻ പറയുന്നത്. ഒപ്പം തന്നെ വിജയുമായി നേരിട്ട കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാം. ബി.ജെ.പി ചേർന്നതിൻ്റെ ഗുണം തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത്. ഒപ്പം തന്നെ ബി.ജെ.പിയിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് തനിക്ക് ചിലത് പറയാനുണ്ട്, പക്ഷേ ഇപ്പോൾ താൻ പറയുന്നില്ല. പറഞ്ഞാൽ അത് കൂടിപ്പോകും. ആ വിവരങ്ങളൊക്കെ തന്നെ സുപ്രധാനമാണ്. അതുകൊണ്ട് ആ വിവരങ്ങൾ താൻ പറയും, അതിന് സമയമാകുമ്പോൾ താൻ പറയുമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ തന്നെ സംബന്ധിച്ചിടത്തോളം ഇ.ഡി അന്വേഷണത്തിൽ നിന്നും താൻ പേടിക്കുന്നയാളല്ല. മടിയിൽ തനിക്ക് കനമില്ല, അതുകൊണ്ട് അത്തരം പേടിയൊന്നും തനിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ മണലൂരിലെ കിറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട തന്നെ ബോധപൂർവം ചിലർ കുടുക്കിയതാണ്. അതിൽ പ്രധാനിയാണ് പ്രതാപനാണ് തന്നെ കുടുക്കാൻ പ്രധാന കാരണക്കാരനെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ടി.വി.കെ അധ്യക്ഷൻ വിജയുമായുള്ള കൂടിക്കാഴ്ച അടുത്ത ആഴ്ച നടക്കാനിരിക്കുകയാണ് ഇദ്ദേഹം ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയത്. എന്തായാലും ഇതിനുശേഷം അദ്ദേഹം കൂടുതൽ കാര്യം ടി.വി.കെയിൽ എത്തിയ ശേഷം, അതായത് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ഉറപ്പിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് അദ്ദേഹം പരോക്ഷമായി പറഞ്ഞ ശേഷമാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. ഗൗതം.